മതിരാ ചഷകങ്ങളെ, മണ്ണിൻ ശാപങ്ങളെ, മനുഷ്യനെ മയക്കി മനസ്സിനെ ഒതുക്കി മരണകുടീരങ്ങൾ നീയൊരുക്കി. സുഹൃത്തുക്കളെ നമസ്കാരം. ലഹരി, മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ കുറച്ചുപേർ വലിയൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് പരിഹാരം, വ്യക്തമായ പരിഹാരം ഇവിടെ നൽകുന്നു. ഇതാണ് പരിഹാരം, ഇത് മാത്രമേ ഉള്ളൂ പരിഹാരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അവസാനം വരെ കേൾക്കുക. ഇതിലുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമെല്ലാം ഞാൻ തയ്യാറാണ്. വ്യക്തമായ പദ്ധതികൾ ആർക്ക് വേണമെങ്കിലും തരാം. പരിഹാരങ്ങളിലേക്ക് നേരിട്ട് പോകാം. പരത്തി പറയുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ലഹരി മാഫിയയ്ക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും നൽകുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണ അവസാനിപ്പിക്കുക. ഒന്നാമത്തെ പരിഹാരം അതാണ്. മതസംഘടനകളും ഇത് ചെയ്യേണ്ടതുണ്ട്. 2, നല്ലൊരു ഭരണാധികാരിക്ക് വെറും ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. കുറ്റം നമ്മുടേതാണ്. ഒരാഴ്ച തന്നാൽ ഇത് അവസാനിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. 3, സ്കൂളുകളിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുക. ഇതിന് അധ്യാപകർക്ക് നേതൃത്വം കൊടുക്കാം, ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം കൊടുക്കാം, പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം. ഈ വിധത്തിൽ ലഹരിക്കെതിരെ സ്ക്വാഡുകൾ ഓരോ വിദ്യാലയത്തിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാക്കി മാറ്റുക. സ്ക്വാഡുകൾ ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർക്ക് കൈമാറാനുള്ള സംവിധാനവും ഉണ്ടാക്കണം. അധ്യാപകർക്ക് ഈ വിഷയത്തിൽ പ്രത്യേക കൗൺസിലിംഗ് സംവിധാനം ഉണ്ടാക്കണം. അവർക്ക് പരിശീലനം നൽകി അവരെ വിദ്യാർത്ഥികളെ കൗൺസിലിംഗ് നൽകാൻ പ്രാപ്തരാക്കണം. 4, നാട്ടിൽ രക്ഷിതാക്കളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കണം. അച്ഛന്മാരുടെ കൂട്ടായ്മ വേറെയും അമ്മമാരുടെ കൂട്ടായ്മ വേറെയും ഉണ്ടാക്കണം. അവർ ഇതേ രീതിയിൽ തന്നെ അധികൃതർക്ക് വിവരങ്ങൾ കൈമാറുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. ഓരോ വീട്ടിലുമുള്ള ലഹരി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ അധികൃതരെ അറിയിക്കുക എന്നുള്ളത് ഓരോ അമ്മയുടെയും അച്ഛൻ്റെയും കുഞ്ഞിൻ്റെയും ബാധ്യതയാക്കണം. വിദ്യാർത്ഥികളുടെ ബാധ്യതയാക്കണം, അമ്മമാരുടെ ബാധ്യതയാക്കണം, അച്ഛന്മാരുടെ ബാധ്യതയാക്കണം. ഇത് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയ ഫൈൻ ഇടുന്ന രീതിയിലേക്കുള്ള നിയമനിർമ്മാണം വേണം. ഇത് തൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മറച്ചു വെക്കുന്ന രക്ഷിതാക്കൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് നിയമ സംവിധാനങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഉപദ്രവകരമല്ലാത്ത മാതാപിതാക്കളുടെ മദ്യപാനം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എങ്കിലും അതിൽ നടപടിയുടെ ആവശ്യമില്ല. തൻ്റെ ഭർത്താവോ തൻ്റെ ഭാര്യയോ മക്കളോ മുതിർന്ന മക്കളോ ആരെങ്കിലും മദ്യപിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പണിഷ്മെന്റ് ഇല്ല എങ്കിൽ പോലും അതും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു നിയമപരമായ ആവശ്യമായിട്ട് മാറ്റണം. വീട്ടിലുള്ള ലഹരി ഉപഭോക്താക്കളെ അറിയിക്കാൻ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാം, ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. ഇങ്ങനെ പലതരം സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ഇതെല്ലാം പോലീസ് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനവും ഏർപ്പെടുത്തേണ്ടതുണ്ട്. മറച്ചു വെച്ചാൽ ഫൈൻ കിട്ടും എന്നതുകൊണ്ട് തൻ്റെ കുഞ്ഞ് ലഹരി ഉപയോഗിക്കുന്നു എന്ന് സംശയം തോന്നിയാൽ ഏതൊരു രക്ഷിതാവിനും പോലീസിനെ ബന്ധപ്പെടാനുള്ള സംവിധാനം ഉണ്ടാകണം. അങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്നയാൾ നിരോധിത മയക്കുമരുന്നുകൾക്ക് അടിമയായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായി തെളിയുന്ന പക്ഷം അല്ലെങ്കിൽ ഒരു പരാതി കിട്ടുന്ന പക്ഷം അവർക്ക് ഒരാഴ്ചത്തെ നിർബന്ധിത ക്ലാസ് നൽകാനുള്ള സംവിധാനം വേണം. നിർബന്ധിത ക്ലാസ് അത് നാട്ടിൽ തന്നെയാവാം, വീട്ടിൽ തന്നെയാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സെന്ററിൽ വന്നിട്ടും ചെയ്യാവുന്നതാണ്. വീണ്ടും പിടിക്കപ്പെട്ടാൽ, ഇത്തരം ഒരു ക്ലാസ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും ഇതേ കേസിൽ പിടിക്കപ്പെട്ടാൽ തടവും ശിക്ഷയും നിർബന്ധമാക്കണം. ഉപയോഗിച്ചാലും വിറ്റാലും ഇതേ നിബന്ധനകൾ പാലിക്കപ്പെടണം. അതായത് വിൽക്കുന്നവർക്ക് കൂടുതൽ ശിക്ഷ വരും. വിൽക്കുന്നവരെ കുറിച്ചുള്ള അറിവ് നൽകാൻ, വിവരങ്ങൾ നൽകാൻ ഉപയോഗിച്ചവൻ ബാധ്യസ്ഥനാണ് എന്ന രീതിയിൽ ഉള്ള നിയമമാണ് വേണ്ടത്. അങ്ങനെ തനിക്ക് ലഹരി നൽകിയ ആളെ പറ്റി വിവരം തരുന്നതോടുകൂടി ഉപയോഗിച്ചവന്റെ ശിക്ഷ ഒഴിവാക്കി കൊടുക്കാം. ഈ രീതിയിലുള്ള ഒരു നിയമ സംവിധാനമാണ് വേണ്ടത്. ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ അയാൾ ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ അയാൾക്ക് അത് ആര് നൽകി എന്നുള്ള ഒരു വിവരം അയാൾ കൈമാറാൻ ബാധ്യസ്ഥനായിരിക്കണം. അല്ലെങ്കിൽ ആ ഉപയോഗിച്ച വ്യക്തി ജയിലിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാകും. 7, കുട്ടികളോടുള്ള നമ്മുടെ മനോഭാവം മാറ്റണം. 18 വയസ്സ് കഴിഞ്ഞാൽ ഇവരെ ഒന്നും ലോകരാഷ്ട്രങ്ങളിലും പല വികസിത രാജ്യങ്ങളിലും രക്ഷിതാക്കൾ സംരക്ഷിക്കാറില്ല. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മളും നീങ്ങണം. 18 വയസ്സ് പൂർത്തിയാവുന്ന അന്ന് അത് 18ാമത്തെ പിറന്നാൾ ഒരു വലിയ ആഘോഷമാക്കി നടത്തുകയും നാട്ടുകാരെ അറിയിക്കുകയും നാളെ മുതൽ ഇവൻ അധ്വാനിച്ച് ജീവിക്കാൻ പോവുകയാണ്, അവന്റെ കാര്യങ്ങൾ അവൻ മാത്രമേ നോക്കുകയുള്ളൂ, അതിനി ഞങ്ങളുടെ ബാധ്യതയല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങായിരിക്കണം ആ 18ാമത്തെ പിറന്നാൾ ആഘോഷം. ഈ രീതിയിലൊരു സംസ്കാരം നമ്മൾ സമൂഹത്തിൽ രൂപപ്പെടുത്തണം. അപ്പോൾ 18 വയസ്സാകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു തൊഴിൽ ഞാൻ പഠിച്ചേ തീരൂ, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് കുട്ടിക്കാലം മുതൽക്കേ വിദ്യാഭ്യാസത്തിലൂടെയും സ്കൂളിലും കോളേജിലും എവിടെയായാലും അവിടെ കുട്ടികൾക്ക് ആ ഒരു ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്.
പ്രധാനമായിട്ടും 10 വയസ്സ് മുതൽ തൊഴിൽ പരിശീലനമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകണം. അങ്ങനെ 18 വയസ്സാകുമ്പോഴേക്കും അവൻ അധ്വാനിച്ച് ജീവിക്കുക, സ്വയം ജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് അവനെ മാറ്റണം. പഠനത്തോടൊപ്പം തൊഴിലിനോടൊപ്പം പഠനവും പഠനത്തോടൊപ്പം തൊഴിലും കൊണ്ടുപോകാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കിയാൽ മാത്രമേ ഈ ഒരു വിപത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുള്ളൂ. 9ാമത്തെ കാര്യം, പലപ്പോഴും ഇത്തരം ലഹരികളുടെ ഉപയോഗത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് ഇതെന്റെ കൗൺസിലിംഗ് അനുഭവമാണ്. സ്വന്തം സഹോദരിയെ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കിയ ഒരു കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അന്നു മുതൽ ഞാൻ പലരോടും പറയാറുണ്ട്. കുട്ടികളുടെ ഉള്ളിൽ അടങ്ങാത്തൊരാഗ്രഹമുണ്ടെങ്കിൽ അതൊരു ചിത്രകാരനാവണമെന്നായിരിക്കാം, പാട്ടുകാരനാവണമെന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിലേക്ക് പോകണമെന്നായിരിക്കാം. അവനെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി അവനെ നിർബന്ധിച്ച് ഒരു പ്രത്യേക മേഖലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, ടെൻഷൻ, നിരാശ ഇതെല്ലാമാണ് കുട്ടികളെ മയക്കുമരുന്ന് കിട്ടുമ്പോൾ തന്നെ അതിലേക്ക് അഡിക്റ്റ് ആവാൻ സഹായിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പലരും വന്നുവിടാം, എന്നാൽ കുറച്ചു പേർ മാത്രമേ അതിൽ പെട്ടുപോകുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം വിദ്യാർത്ഥികളെല്ലാം ഉള്ളിൽ അടങ്ങാത്ത ഒരു ആഗ്രഹം വളരെ കാലമായി കൊണ്ടു നടക്കുന്നവരായിരിക്കും. ആ ആഗ്രഹം അറിയാൻ അച്ഛനും അമ്മയും പ്രാപ്തരായാൽ മാത്രമേ, അല്ലെങ്കിൽ തന്റെ അയൽവാസികളോ തന്റെ നാട്ടുകാരോ എങ്കിലും അതിനുള്ള ഒരു വേദി ഒരുക്കിയാൽ മാത്രമേ ഇത്തരം കുട്ടികളെ ആവുള്ളൂ. ഇത്തരം കുട്ടികളെ സമൂഹത്തിന്റെ പൊതുസ്വത്തായി കാണുന്ന ഒരു സാമൂഹ്യ മനോഭാവം നമ്മൾ വളർത്തിയെടുത്തേ തീരും. മറ്റൊന്ന്, കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പോലീസും മതനേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അധ്യാപകരും ഡോക്ടർമാരും അടങ്ങുന്ന ഒരു ടീം ഓരോ പ്രദേശത്തും ഉണ്ടാകണം. റിട്ടയർഡ് അധ്യാപകർക്കൊക്കെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് സേവനങ്ങൾ നൽകാൻ പറ്റും. അപ്പോൾ ആ ഒരു സംവിധാനം ഓരോ നാട്ടിലും ഉണ്ടാക്കാനുള്ള ഒരു വലിയ പദ്ധതി നമ്മുടെ ജീവസഭ എന്ന ആശയത്തിലുണ്ട്. 11ാമത്തെ കാര്യം, ശക്തമായ നിയമനിർമ്മാണം തന്നെയാണ്. ലഹരി ഉപയോഗിച്ചാൽ ഒരാളും രക്ഷപ്പെട്ടു പോകില്ല, നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥയുണ്ടാവാൻ നാർക്കോട്ടിക് സെല്ലുകൾ സ്വതന്ത്രമാക്കണം. രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമായിട്ട് മറ്റൊരു പോലീസ് സേനയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് രാഷ്ട്രീയക്കാരുടെയോ അല്ലെ മേലുദ്യോഗസ്ഥന്മാരുടെയോ നിർബന്ധങ്ങൾക്ക് വഴങ്ങേണ്ടി വരാത്ത ഒരു സംവിധാനം അവിടെ ഉണ്ടാവണം. ഏതൊരു പരാതിയും വെബ്സൈറ്റിൽ വരികയും ആ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് നടപടിയെടുത്തു എന്ന് കാണിക്കുന്നതും അവിടെ തന്നെ കാണണം. അതുപോലെ മേലുദ്യോഗസ്ഥന്മാരുടെ ആജ്ഞകൾ ഉണ്ടെങ്കിൽ അതും എഴുത്തു മുഖേന, രേഖാപരമായിട്ടുള്ള വെബ്സൈറ്റ് മുഖേനയുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വാട്സപ്പ് മുഖേനയുള്ള നിർദ്ദേശങ്ങളായിരിക്കണം. അതായത് നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും എല്ലാം തെളിവുകൾ ഉള്ള രൂപത്തിലേക്ക് മാറണം എന്നർത്ഥം. ഉപയോഗിച്ചവനെ വിചാരണ ചെയ്ത് നൽകിയവനെ കണ്ടെത്തുന്ന ഒരു വിചാരണാ രീതി നമ്മുടെ പോലീസും സമൂഹവും കോടതികളും സ്വീകരിക്കണം. ആ നൽകിയവനെ കണ്ടെത്തിയാൽ അവന് നൽകിയതാര് എന്ന് കണ്ടെത്താം. ഈ രീതിയിൽ വലിയൊരു കുറ്റാന്വേഷണം ഒരു രീതി ഇതിൽ രൂപീകരിക്കേണ്ടതുണ്ട്. കാരണം ഇത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമാണ്, അതുകൊണ്ട് രാജ്യദ്രോഹികൾക്കെതിരെയുള്ള കേസാണ് ഇതിനെടുക്കേണ്ടത് എന്നുള്ള രൂപത്തിലേക്കുള്ള നിയമനിർമ്മാണവും അത് നടപ്പാക്കാനുള്ള ആർജവമുള്ള ഭരണകൂടങ്ങളുമാണ് നമുക്ക് വേണ്ടത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിന് വേണ്ടിയുള്ള 200 പദ്ധതികളിലെ ജീവസഭ 10 വീടുകളുടെ ഒരു കൂട്ടായ്മയാണത്. അങ്ങനെ നാട്ടിലുള്ള എല്ലാ 10 വീടുകളും ഓരോ കൂട്ടായ്മകളായി മാറുന്ന അവസ്ഥ, അവ സ്വയം നിലനിൽപ്പിന് സ്വാശ്രയമാകുന്ന വിധത്തിലുള്ള ഒരു വലിയൊരു സംവിധാനമാണത്. ശുദ്ധ ജനാധിപത്യത്തിനുള്ള ഒരു സംവിധാനമാണത്. ആ സംവിധാനം മാത്രം മതി ഒരേ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഈ വിപത്തിനെ നമുക്ക് നേരിടാൻ കഴിയും. ഒറ്റ ദിവസം മതി, നാട് നന്നാവും. കാരണം ഇത് അത്തരം അർജൻസിയോടെയുള്ള, അത്തരം ഗൗരവത്തോടെയുള്ള ഒരു പരിഗണന ആവശ്യമുള്ള ഒരു വിഷയമാണ്. ഇതിൽ ഏത് സംവാദങ്ങൾക്കും ഏത് ചർച്ചകൾക്കും ഞാൻ തയ്യാറാണ്. ആശയങ്ങളിൽ വ്യക്തത വരുത്തി തരാം. ഇനിയും കൂടുതൽ പദ്ധതികൾ പറയാനുണ്ട്. എല്ലാം ഇവിടെ വിസ്താരഭയം മൂലം മാറ്റിവെച്ചതാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആർക്കും എപ്പോഴും എന്നെ വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. നമസ്തേ.